അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയ കുട്ടികളെ, ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം ഉസ്താദ് നമുക്ക് കൊച്ചു കൊച്ചു പാട്ടുകൾ, വിജ്ഞാനപ്രദമായ പാട്ടുകൾ, അതായത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതായ ഓരോ ദിവസവും ഉപയോഗിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഉള്ള വിജ്ഞാനപ്രദമായ നല്ല പാട്ടുകൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നു. ആ പഠിപ്പിച്ചു തന്നിട്ട് നിങ്ങളെ കൊണ്ട് അത് പാടിപ്പിക്കുകയും നിങ്ങളുടെ പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ വേണ്ടി ഉതകുന്ന രീതിയിൽ അത് നിങ്ങൾക്ക് വിശദീകരിച്ചൊക്കെ തന്ന് നിങ്ങളെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ആ പാട്ട് പാടിക്കൊടുക്കാം. ഓരോ ദിവസവും നിങ്ങൾക്ക് ആ പാട്ട് പാടാം. പാടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തേണ്ടതായ, അതായത് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് ചെയ്യണം, ഭക്ഷണം കഴിച്ചതിന് ശേഷം എങ്ങനെ ചെയ്യണം, ഇതൊരു പാട്ട് രൂപത്തിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. അതുപോലെ ഉളൂ എടുക്കുമ്പോൾ എങ്ങനെയാണ് തുടങ്ങേണ്ടത്, അതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങൾ, മലായിക്കത്തുകൾ, 10 മലക്കുകളുടെ പേരുകൾ, അതൊരു പാട്ട് രൂപം. ഇങ്ങനെ പല പാട്ടുകൾ ഉസ്താദ് ശേഖരിച്ച് വെച്ചിട്ട് അത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നു. നിങ്ങളെല്ലാം അത് നന്നായി പഠിക്കുകയും നിങ്ങളത് ദിവസവും ഇങ്ങനെ പറഞ്ഞു പഠിക്കുകയും ചെയ്താൽ നിങ്ങളിൽ നിന്നും മറന്നു പോകാതെ എന്നും നിലനിൽക്കും. അതിന് അല്ലാഹു തആല അബ്ദുസ്സലാം ഉസ്താദിനെ തൗഫീഖ് ചെയ്യട്ടെ. അബ്ദുസ്സലാം ഉസ്താദ് നിങ്ങൾക്ക് പാട്ട് പഠിപ്പിച്ചു തരികയാണ്. നിങ്ങളെല്ലാം കേട്ട് പെട്ടെന്ന് തന്നെ പഠിക്കണം കേട്ടോ. അസ്സലാമു അലൈക്കും. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. നല്ല മക്കള്, നല്ല മിടുക്കന്മാരാവണം. പഠിക്കാൻ പറഞ്ഞതിന് വേണ്ടിയാ, നല്ല മിടുക്കരാവാൻ വേണ്ടി, ഇല്ലയാ അല്ലേ? നമ്മൾ ഉഷാറായിട്ട് പഠിക്കണം. നമ്മുടെ മദ്രസ ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കാനുണ്ട് അല്ലേ? നമ്മൾ മദ്രസയിൽ നിന്ന് എന്തെല്ലാം പഠിക്കുന്നില്ലയോ? അള്ളാഹുവിനെ കുറിച്ച്, മലക്കുകളെ കുറിച്ച്, കിതാബുകളെ കുറിച്ച്, നബിമാരെ കുറിച്ച് അല്ലേ? അതേപോലെ തന്നെ ഖിയാമത്ത് നാളിനെ കുറിച്ച്, നന്മയും തിന്മയും അള്ളാഹുവിൽ വരുന്ന എന്നൊക്കെ പഠിച്ചില്ലയോ? അതൊക്കെ പാട്ടുകളാ. ഒക്കെ നമുക്ക് എന്ത് വേണം? പഠിക്കണം, പാട്ടിലൂടെ പഠിക്കണം അല്ലേ? ഈമാങ്കാരി ആറാമത്തെ എന്താണ്? ഈമാങ്കാരി ആറാമത്തത് വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല അല്ലേ? അതിനൊക്കെ പാട്ടുകളുണ്ട്. ഇന്ന് പഠിപ്പിക്കുന്ന ആ പാട്ടല്ല, എന്നാലും ഞാൻ എന്റെ തുടക്കം എന്ന് പറയാം. ഖൈറും ഷർറും അല്ലാഹു കാട്ടിത്തന്നു നമ്മക്ക്, രണ്ടും തന്നവൻ അല്ലാഹു വേണ്ടതെടുക്കാൻ നമ്മക്ക്. ഖൈറാൻ നന്മകൾ ചെയ്യുന്നോർ കുറവാണല്ലോ ലോകത്ത്, ഷർറാൻ തിന്മകൾ ചെയ്യുന്നോർ ഒരുപാടുണ്ട് ലോകത്ത്. അങ്ങനെ പാട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് പഠിപ്പിക്കുന്ന പാട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരുപാട് എല്ലാത്തിനും ഉദാഹരണം പറഞ്ഞതാ. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാട്ട് ഇൻഷാ അല്ലാഹ്, നമ്മളൊരു മദ്രസയിലേക്ക് വരുന്ന കുട്ടിയിൽ എന്തെല്ലാമാണ് ഉണ്ടാകേണ്ടത്. ഒരു സാധാരണ മദ്രസയിൽ വരാത്ത കുട്ടികളില്ലേ ഒരുപാട്, ആ കുട്ടികളെ പോലെ ആവണോ നമ്മൾ? അല്ലല്ലോ, നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് പറ. ഇൻഷാ അല്ലാഹ് ഏത് കാര്യത്തിന് നമ്മൾ എന്ത് പറയണം? അടുത്ത നിമിഷം ചെയ്യുന്ന ഏത് പ്രവർത്തനത്തിനും നമ്മൾ എന്ത് പറയണം? ഇൻഷാ അല്ലാഹ് പറയണം. നമ്മൾ നന്നാവാനുള്ള ഒരു വാക്കാത് കേട്ടോ. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകും. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വിഷയം എന്താണെന്നറിയോ? ഒരു കുട്ടി രാവിലെ എഴുന്നേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഒരു കുട്ടി എഴുന്നേറ്റ് ഉമ്മയും വാപ്പയും പറയാതെ നമ്മൾ പഠിച്ചതനുസരിച്ച് ചെയ്യണം. ഉമ്മയും വാപ്പയും പറയാതെ പഠിച്ചതനുസരിച്ച് നമ്മൾ ചെയ്യണം. അപ്പൊ ഞാൻ അതിനൊരു പാട്ടുകൂടെ പഠിപ്പിക്കാം. പാട്ട് പഠിപ്പിക്കട്ടെ? ഇതിനകത്തൊക്കെ ഒരുപാട് പാട്ടുകളാണ്. എന്താണ് രാവിലത്തെ പരിപാടി എന്തായിരിക്കണം? രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, വാഷ് ബേസിൻ ഇല്ലേ എല്ലാവരുടെ വീട്ടിലും അല്ലേ? ആ വാഷ് ബേസിൻ മുൻകൈ കഴുകൽ ആദ്യത്തെ സുന്നത്ത്. ആദ്യത്തെ സുന്നത്ത് എന്താ? അപ്പൊ അത് എഴുന്നേൽക്കുന്നതിന് മുമ്പ് കുറെ ദിക്റുണ്ട്. അത് അടുത്ത പാട്ടിൽ നമ്മൾ പറയും. ആദ്യത്തെ പ്രവർത്തനമാണ് പറയുന്നത്. ആദ്യത്തെ പ്രവർത്തനം എന്തുവാ? എന്ത് ചെയ്യേണ്ടത്? മുൻകൈ. നമ്മൾ മുൻകൈ എഴുതുമ്പോൾ നമ്മളിപ്പോ ഒരു ദുആ പഠിച്ചിട്ടുണ്ട്. ആ ദുആ ചെല്ലൽ നല്ലതാ. ഏതാ? أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الحمد لله الذي جعل الماء طهورا. അവിടെ അത്രയും പറയൽ നല്ലതാ. ഏതാ? എവിടാ? മുൻകൈ കഴിയുമ്പോ. ഒന്നുകിൽ മാത്രമല്ല, എപ്പോ മുൻകൈ കഴിയുവാലും പറയാം. ഷഹാദത്ത് കലിമയല്ല കേട്ടോ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്നറിയോ? ഒരു ചെറിയ പാട്ട് അങ്ങളെ മനസ്സിൽ എപ്പോഴും കാണും. എന്നും കാലത്തുണരേണം. പാടിക്കോ. മുഖവും വായും കഴുകേണം, എന്നും കാലത്തുണരേണം, മുഖവും വായും കഴുകേണം. 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 എന്നും കാലത്തുണരേണം, മുഖവും വായും കഴുകേണം.
തുണരേണം മുഖവും വായും കഴുകണം കുഞ്ഞിപ്പല്ലുകൾ തേക്കണം സോപ്പും തേച്ച് കുളിക്കണം പുത്തനുടുപ്പു ധരിക്കണം അത്തറ് പൂശി നടക്കണം വീടും ക്ലാസും പരിസരവും ശുചിയായി കൊണ്ട് നടക്കണം അപ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ പാട്ടിലൂടെ മനസ്സിലാക്കി ഇല്ലേ? അവസാനം പറഞ്ഞ എന്താണ്? നമ്മുടെ വീട്ടിലായാലും മദ്രസയിലായാലും ഒരു അഴുക്കും എവിടെയും കാണും. ഏത് കുട്ടിയായാലും എവിടെ ഒരു അഴുക്ക് കണ്ടാലും, പ്രത്യേകിച്ച് വീട്ടില് എവിടെ അഴുക്ക് കണ്ടാലും നമ്മൾ ഉമ്മായും മാപ്പായും പറഞ്ഞിട്ടാണോ ചെയ്യേണ്ടത്? ഞാൻ ആദ്യമേ പറഞ്ഞില്ല, പറയാതെ ചെയ്യണം. അതാണ് നല്ല കുട്ടികളുടെ ലക്ഷണങ്ങൾ കേട്ടാ. അതിന് ഞാനൊരു വീഡിയോ വേറെ ഇറക്കുന്നുണ്ട്. എന്താണെന്നറിയോ? ഖുർറത്തുൽ ഐൻ എന്ന് പറയും. എന്താണ് ഖുർറത്തുൽ ഐൻ എന്ന് പറഞ്ഞാൽ കൺകുളിർമ. എന്താണ് കൺകുളിർമ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഉദാഹരണം പറഞ്ഞാല് നിസ്കാരത്തിന് വാങ്ക് വിളിക്കും അല്ലെ? വാങ്ക് വിളിക്കുന്ന എന്തിനു വേണ്ടിയാ? നിസ്കരിക്കാൻ വേണ്ടി. അപ്പൊ നമ്മൾ അവിടെ വീട്ടിൽ ഇരിക്കുക. അപ്പൊ നമ്മൾ വാങ്കിന്റെ ശബ്ദം കേട്ടോണ്ട് ഓടി നമ്മൾ ഉളു എടുക്കാൻ പോകുന്നു. ഇത് ഉമ്മ പറഞ്ഞിട്ടാണോ? വാപ്പ പറഞ്ഞിട്ടാണോ? ആരും നമ്മുടെ അടുത്ത് പറഞ്ഞില്ല, നമ്മൾ പറയാതെ ചെയ്യുന്നു. ഇത് കാണുമ്പോ വാപ്പാക്കും ഉമ്മാക്കും സന്തോഷമാണോ? ആ സന്തോഷം എതിലേക്കൂടെ കിട്ടുന്നത്? കണ്ണിലൂടെ കണ്ട് അല്ലേ? ഇപ്പൊ സ്കൂളിൽ നിന്ന് വന്നപ്പോ കാണാം പുസ്തകങ്ങളെല്ലാം, അതായത് പുസ്തകം നമ്മള് ബാഗും കൊണ്ട് വരുക, നോക്കുമ്പോഴാണ് വീട്ടിൽ മൊത്തം അലങ്കോലമായി കിടക്കുക. എങ്ങനെ കിടക്കുന്നത്? അല്ല, നമ്മൾ മാറ്റി അവിടെ വെച്ചിട്ട് അതെല്ലാം എടുത്ത് അടുക്കി വെച്ച് തൂത്ത് വൃത്തിയാക്കുന്നത്. ഇത് കാണുമ്പോ ഉമ്മാക്കും വാപ്പാക്കും സന്തോഷമില്ലയോ? അതിന്റെ പേരാണ് കൺകുളിർമ. എന്താണ്? അങ്ങനെ കാണുമ്പോ ഇത് വാപ്പായും ഉമ്മയും കണ്ടുകൊണ്ട് വരിക നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം. ഇത് കാണുമ്പോ എന്തുവരും? ദുആ ഇറക്കും. എന്ത് ചെയ്യും? അതേപോലെ നീ ഒരു വേറൊരു കാര്യം പറയാം. നമ്മുടെ മദ്രസയിൽ വരുമ്പോഴ് ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോ ഉസ്താദ് ഇല്ല. ആരില്ല? ഉസ്താദില്ല. ഉസ്താദ് ഇല്ലെങ്കിലും നിങ്ങൾ കുട്ടികളെല്ലാവരും എന്തു ചെയ്യുന്നു? ഉസ്താദ് ഇങ്ങനെ വരുമ്പം കാണാ ഒരു കുട്ടിയും ബഹളം ഉണ്ടാക്കുന്നില്ല, ഒരു കുട്ടി ഉണ്ടെന്ന് പോലും അറിയുന്നില്ല അല്ലെ? ഖുർആൻ ഓതുന്നുണ്ട്, പാഠങ്ങൾ പഠിക്കുന്നുണ്ട്. ആ പഠനവുമായുള്ള ചർച്ചയല്ലാതെ വേറൊന്നും ഇവിടെ ഇല്ല. ഇത് കണ്ടുകൊണ്ട് ആര് വരുന്നേ? ഉസ്താദിന് ഇത് കാണുമ്പോ ദേഷ്യമാണോ വരുന്നത്? സന്തോഷമാണോ സങ്കടമാണോ വരുന്നത്? ആ സന്തോഷത്തിന്റെ പേരാണ് അപ്പൊ നമ്മുടെ ഉസ്താദ് നമുക്ക് വേണ്ടി ഒരു ദുആ ചെയ്യും. എവിടെ കൊണ്ടാ ദുആ ചെയ്യുന്നതെന്നറിയോ? മനസ്സുകൊണ്ട്. എന്തുകൊണ്ടാ ദുആ ചെയ്യുന്നേ? അല്ലാഹുവേ, എന്റെ മക്കളെ, എന്റെ ഈ പഠിക്കുന്ന ഈ കുട്ടികളെ പടച്ചോനെ നീ നന്നാക്കണേന്ന് ദുആ ചെയ്യും. എവിടെ കൊണ്ട്? മനസ്സുകൊണ്ട്. ഈ ദുആ അല്ലാഹു തആല പെട്ടെന്ന് സ്വീകരിക്കും. അപ്പൊ നമ്മൾ വലിയ നിലയിലെത്തും. പഠിക്കുന്നതൊക്കെ അനുസരിച്ച് നമ്മൾ എവിടെ എത്തും? വലിയ നിലയിൽ നല്ല കുട്ടികളായി വളരും. മനസ്സിലായി? നല്ല ഓർമ്മശക്തിയുള്ള, കൂർമ്മ ബുദ്ധിയുള്ള, പഠനത്തിൽ വിജയിക്കുന്ന, നല്ല അതവുള്ള, അച്ചടക്കമുള്ള കുട്ടികളായി മാറും. അങ്ങനെ വേണോ? വേണമല്ലോ. അപ്പൊ അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് മദ്രസയിൽ ഇടാൻ വേണ്ടി ഒരു ചാർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, കണ്ടോ ഈ ചാർട്ട്? ഈ ചാർട്ടിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്താണെന്നറിയോ? ഒരു കുട്ടിക്ക് നന്നാവാൻ ഈ ഒരൊറ്റ പാട്ട് മതി. ഇതിനകത്തുള്ള ഒറ്റ പാട്ടുകൊണ്ട് നമ്മുടെ കുട്ടികളെല്ലാം നന്നാവും ഇൻഷാ അല്ലാഹ്. ഉസ്താദ് പറഞ്ഞതുപോലെ ഈ പഠിക്കുന്ന പാട്ടുകൾ പഠിക്കുന്നത് പറഞ്ഞില്ല? അത് നമ്മൾ പാടാൻ പോവാ. പാടട്ടെ? സുബഹി നേരം ദിക്ർ ചൊല്ലി ഞാൻ എഴുന്നേൽക്കും. പാടി നോക്ക്. അല്ലാ, പാട്ടിനകത്ത് ആദ്യത്തെ വരിയാ പറഞ്ഞത്. എന്താണ്? സുബഹി നേരം ദിക്ർ ചൊല്ലി ഞാൻ എഴുന്നേൽക്കും. എന്താണ്? നമ്മൾ ആദ്യമായിട്ട് ഒരു ദിക്ർ ചൊല്ലണം ഉണർന്നാൽ ഉടനെ. ആ ദിക്റിന്റെ പേരെന്താണെന്നറിയോ? അൽഹംദുലില്ലാഹ്. എന്താണ്? അതെല്ലാവർക്കും പറഞ്ഞു വിടായോ? എന്നാ അതിന്റെ വലിയൊരു ദുആ ഉണ്ട്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. കണ്ടോ? വലിയ ദുആ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാൻ അറിയാം? അൽഹംദുലില്ലാഹ് പറയാൻ അറിയാം അല്ലേ? അപ്പൊ നാളെ മുതൽ ഇൻഷാ അല്ലാഹ്, നാളെ മുതൽ സുബഹിക്ക് എഴുന്നേറ്റ ഉടനെ എന്ത് പറയണം? നമ്മുടെ നാവുകൊണ്ട്. അതെന്തിനാ പറയുന്നതെന്ന് അറിയാവോ? നമ്മൾ കാണാത്ത ഒരു ശത്രു നമുക്കുണ്ട്. ആ ശത്രുവിന്റെ പേരാണ് ശൈത്താൻ. എന്താണ്? ശൈത്താന്റെ പേര് കേട്ടാൽ ലഅനത്തുല്ലാഹി അലൈഹി പറയണം. എന്താ പറയണം? അല്ലാഹു തആല ശപിച്ച ആളാ. അല്ലാഹു തആല അടുത്ത പാട്ടിൽ അത് പറയുന്നുണ്ട്. അല്ലാഹ് പടച്ചു ആദമിനെ, അബുൽ ബശർ ആദമിനെ,
കളിമണ്ണാലെ സൃഷ്ടിച്ചു, പേരുകളെല്ലാം പഠിപ്പിച്ചു. ആദം നബിക്ക് ആദരവായി മലക്കുകൾ അന്ന് സുജൂദിലുമായി. ഇബ്ലീസ് അന്ന് പുറത്തായി, ശാപം കിട്ടിയ ആളായി. എന്തായി? ഇബ്ലീസ് അന്ന് പുറത്തായി, ശാപം കിട്ടിയ ആളായി. അങ്ങനെ ശാപം കിട്ടിയതിന് നമ്മുടെ അടുത്ത് വലിയ ശത്രുതയാ. ആ ശൈത്താൻ എന്ത് ചെയ്യും? നമ്മുടെ രക്തം സഞ്ചരിക്കുന്നിടത്തല്ല ആര് സഞ്ചരിക്കുന്നുണ്ട്? ശൈത്താൻ. ആവശ്യമില്ലാത്ത എല്ലാം ചെയ്യിക്കുന്ന ആരാണ്? അപ്പൊ ശൈത്താൻ നമ്മളെ ചതിക്കാതിരിക്കാൻ വേണ്ടി, ശൈത്താന്റെ ഷറില്ലാതിരിക്കാൻ വേണ്ടി ശൈത്താൻ നമ്മളെ ഉറങ്ങാൻ നേരത്ത് 3 കെട്ട് കെട്ടും, നന്മകൾ ചെയ്യാതിരിക്കാൻ വേണ്ടി. നന്മകള് അപ്പൊ ആദ്യം അൽഹംദുലില്ലാ എന്ന് പറയുമ്പോ ആ 1ാമത്തെ കെട്ടെന്താവും? പൊട്ടും കേട്ടാ. 2ാമത്തെ കെട്ട് പൊട്ടണമെങ്കിൽ ഒന്നു എടുക്കണം. 2ാമത്തെ കെട്ട് പൊട്ടണം എന്ത് ചെയ്യണം? 3ാമത്തെ കെട്ട് പൊട്ടണമെങ്കിൽ അല്ലാഹു അക്ബർ എന്ന് കൈ കെട്ടണം. അപ്പൊ 3 കെട്ടും പൊട്ടിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നാളെ മുതൽ അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. ഓണെന്നാ ഉടനെ എന്ത് ചെയ്യും? നമ്മള് എന്ത് പറയും? അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്. നല്ല കുട്ടികൾ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ പറയും ഇല്ലേ? പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഒളു ചെയ്യും. പിന്നെന്ത് ചെയ്യും? നിസ്കരിക്കും. എന്ത് ചെയ്യും? നിസ്കരിക്കും. അപ്പൊ ഇത് ചെയ്യണേ. അപ്പൊ ഞാൻ ഈ പാട്ടങ്ങ് പൂർത്തിയാക്കട്ടെ. ഇന്നൊരു പാട്ടേ ഞങ്ങളെ പഠിപ്പിക്കുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത പ്രാവശ്യം നല്ല തോനെ പാട്ട് പഠിപ്പിക്കാം. അപ്പൊ എന്താണ്? സുബഹി നേരം ദിക്റ് ചൊല്ലി ഞാൻ എഴുന്നേൽക്കും. പാടി നോക്കെ. ബ്രഷ് ചെയ്ത് നല്ല സോപ്പ് തേച്ചു കുളിക്കും. ഒന്നു ചെയ്ത് നിസ്കരിച്ച് ചായ കുടിക്കും. അപ്പൊ 2ാമത് പറഞ്ഞ എന്താ? ബ്രഷ് ചെയ്ത് നല്ല സോപ്പ് തേച്ചു കുളിക്കും എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? രാവിലെ ഒന്ന് കുളിച്ചു ഉഷാറാ. കുളിക്കേണ്ട സമയമുണ്ട്, കുളിക്കേണ്ടാത്ത സമയമുണ്ട്, കുളിക്കാൻ പാടില്ലാത്ത സമയങ്ങളിൽ. നല്ലതല്ല ശരീരത്തിന്. നല്ല സമയം എന്ന് പറഞ്ഞാൽ സുബഹിക്ക് കുളിക്കല. രാവിലെ കുളിക്കലാണ് ഏത് നല്ലത്? സുബഹി നേരം അല്ല, ബ്രഷ് ചെയ്ത് നല്ല സോപ്പ് തേച്ച് കുളി. അങ്ങനെ കുളിച്ചിട്ട് വരുന്ന കുട്ടികൾ ഒരു ഉഷാറായിരിക്കും മദ്രസയിൽ അല്ലേ? നല്ല ഉഷാറായി അത്രയൊക്കെ പൂശി നല്ല വൃത്തിയായിട്ട് വരുന്ന കുട്ടികൾ എന്താവും? ഉഷാറായിട്ട് ഉസ്താദ് പറയുന്ന എല്ലാം നല്ല തലയിൽ കയറും, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും കേട്ടാ. പിന്നെ പറഞ്ഞാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒളു ചെയ്ത് നിസ്കരിച്ച് ചായ കുടിക്കും. എന്താ പറഞ്ഞത്? അൽഹംദുലില്ലാ. ഒളു ചെയ്തിട്ട് അതാ ചായ കുടിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് പതിവാക്കണം? നിസ്കരിക്കണം. അതായത് സുബഹിക്ക് എഴുന്നേക്കണം. അത് വലിയൊരു ബർക്കത്താ കേട്ടോ. അതൊക്കെ നമ്മൾ പഠിക്കാനുണ്ട്. സുബഹിക്ക് വാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കലാണ് ഏറ്റവും നല്ലത്. ഏറ്റവും നല്ലത് ഏതാണ്? അതിന് വാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ മുത്തുനബി ജനിച്ച സമയമാണ് ഏറ്റവും ബർക്കത്തുള്ള സമയമാണ് സുബഹിക്ക് മുമ്പുള്ള സമയം. ആ സമയത്ത് എഴുന്നേക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഉമ്മാമാരടുത്ത് പറയണം, ഉപ്പാടുത്ത് പറയണം, പാപ്പാ ഉമ്മ എന്നെ സുബഹിക്ക് മുമ്പ് വിളിക്കണേന്ന് പറയണം. നിങ്ങൾ പറഞ്ഞിട്ട് കിടന്നാൽ പെട്ടെന്ന് എഴുന്നേക്കും അല്ലേ? എന്നെ വിളിക്കണേന്ന് ആര് പറയണം? അപ്പൊ ഉമ്മച്ചാടുത്ത് പറയണം. ഇൻഷാ അല്ലാഹ് പറയുമല്ലോ. നല്ല കുട്ടികളാ നിങ്ങൾ, എനിക്കറിയാം നിങ്ങൾ പറയുമെന്ന്. അപ്പൊ എന്തായി? മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. നല്ല കുട്ടി കുടിക്ക് കണ്ടോ? നല്ലൊരു കാര്യം പറഞ്ഞോണ്ടോ? നല്ല കുട്ടി അത്. അപ്പൊ എന്താണ്? ഒളു ചെയ്ത് നിസ്കരിച്ച് ചായ കുടിക്കും. പഠിക്കോ? ഡ്രസ് ചെയ്ത് പുസ്തകവും പേനയെടുക്കും. പിന്നെ വേഗം മദ്രസയിൽ ചെന്ന് പഠിക്കും. നല്ല കുട്ടിയായി സ്വർഗം നേടി ജയിക്കും. കണ്ടോ? നല്ല കുട്ടിയാവണമെങ്കിൽ കുറെ കാര്യങ്ങൾ നമ്മൾ ഈ പാട്ടി പഠിച്ചത് അല്ലേ? ഞാനൊന്ന് പാടട്ടെ, നിങ്ങൾ കേട്ടോണ്ടിരുന്നാ മതി. സുബഹി നേരം ദിക്റ് ചൊല്ലി ഞാൻ എഴുന്നേൽക്കും. ബ്രഷ് ചെയ്ത് നല്ല സോപ്പ് തേച്ചു കുളിക്കും. ഉളു ചെയ്ത് നിസ്കരിച്ച് ചായ കുടിക്കും. ഡ്രസ് ചെയ്ത് പുസ്തകവും പേനയെടുക്കും. പിന്നെ വേഗം മദ്രസയിൽ ചെന്ന് പഠിക്കും. നല്ല കുട്ടിയായി സ്വർഗം നേടി ജയിക്കും. കണ്ടാ?
അള്ളാഹു തആല നല്ല കുട്ടികളെ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളെ ഈ മദ്രസയിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും അള്ളാഹു തആല നന്നാക്കുമാറാകട്ടെ. എല്ലാ കുട്ടികളും അള്ളാഹു തആല നന്നാക്കുമാറാകട്ടെ. നമ്മുടെ ഉസ്താദന്മാർക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നവർക്കൊക്കെ അള്ളാഹു തആല എല്ലാവിധമായ ഖൈറും ബർക്കത്തും റഹ്മത്തും ചൊരിയുമാറാകട്ടെ. ഇതിനെ സഹായിക്കുന്നവർക്കും അള്ളാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു തആല നമ്മളെ എല്ലാ ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.